കൊച്ചിയിൽ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ 1 കോടിയിലധികം രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതികൾ പോലീസ് വലയിൽ. വണ്ണപ്പുറം പോത്താനിക്കാട് സ്വദേശികളായ മുഹമ്മദ് യാസിനെയും ആദിലിനെയുമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പ് സംഘത്തിന്റെ അക്കൗണ്ടിൽ 1 മാസം മാത്രം 3 കോടിയോളം രൂപയുടെ ഇടപാട് നടന്നെന്ന് അന്വേഷണത്തിൽ ബോധ്യമായി. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൽ നിക്ഷേപം നടത്തിയാൽ മികച്ച ലാഭം കിട്ടുമെന്നായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ വാഗ്ദാനം. തിരുവാങ്കുളം സ്വദേശിയെ കൊണ്ട് വ്യാജ വാഗ്ദാനം നൽകി 1,08 ലക്ഷം രൂപയാണ് തിരുവാങ്കുളം സ്വദേശിയെ കൊണ്ട് അയപ്പിച്ചത്. പിന്നീട് അടച്ച പണമോ ലാഭവീതമോ ഒന്നും തിരികെ നൽകിയില്ല. കേസിൽ 2 പേരെയാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് പിടികൂടിയത്. ഇടുക്കി വണ്ണപ്പുറം സ്വദേശി മുഹമ്മദ് യാസിൻ, പോത്താനിക്കാട് സ്വദേശി ആദിൽ മീരാൻ എന്നിവരാണ് കസ്റ്റഡിയിലായത്. ആദിലിന്റെ പേരിലായിരുന്നു ബാങ്ക് അക്കൗണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. അക്കൗണ്ട് തുടങ്ങുന്നതിനും തട്ടിപ്പിനും എല്ലാവിധ സഹായവും ചെയ്തത് മുഹമ്മദ് യാസിനായിരുന്നു. ഒരു യുവതിയുടെ പേരിലും തട്ടിപ്പ് സംഘം വിളിച്ചിരുന്നതായി അറിയുന്നു. ഇവർ ആരെന്ന് കണ്ടെത്തണം. കൂടാതെ മറ്റു ചിലരും തട്ടിപ്പിന് ഒത്താശ ചെയ്തെന്നാണ് അറിവ്. കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നും തുടർ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും തൃപ്പൂണിത്തുറ പോലീസ് വ്യക്തമാക്കി. പ്രതികളെ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. അൻസോ ഗ്ലോബൽ എന്ന കമ്പനിയുടെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൽ നിക്ഷേപം നടത്താമെന്നായിരുന്നു പ്രതികൾ പറഞ്ഞിരുന്നതെന്ന് FIR-ലുണ്ട്. ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ്. തട്ടിപ്പ് സംഘത്തിന്റെ അക്കൗണ്ടിൽ 1 മാസം മാത്രം 3 കോടിയോളം രൂപയുടെ ഇടപാടാണ് നടന്നതെന്ന് അന്വേഷണത്തിൽ ബോധ്യമായി.